ജാർഖണ്ഡ് തലസ്ഥാനമായ റാഞ്ചി, ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ലീക്കും മറ്റുള്ള അഴിമതി ഒരു ഭാഗത്ത്. അപ്പം അതിനെതിരെ ഏകദേശം 12-13 ദിവസമായ ജെനുവിനായിട്ട് ഒരു സമരം തുടങ്ങി. അതിന് മറ്റുള്ള ആൾക്കാർ, പൊളിറ്റിക്കൽ പാർട്ടിയേക്കാളും വലിയൊരു ഭാഗം അതിന് പിന്തുണയും കൊടുത്തു. ഇതൊക്കെ സത്യമാണ്. അതിന് പങ്കെടുക്കുന്ന അധികവും ആദിവാസി കുട്ടികളാണ്. ആ സമരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയും മനസ്സിലാക്കുക, ആരുടെയാണ് അവർ ഐക്കോണിക് ഫിഗറായിട്ട് അവിടെ പടങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. ഒന്ന് ഭീംറാവു അംബേദ്കർ, മറ്റേത് അവിടെ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറൻ്റെ പിതാവ് ഷിബു സോറൻ. അതാണ് ഞാൻ പറഞ്ഞത്, റീപ്ലേസ് ചെയ്യുകയാണ് ഇന്ത്യയുടെ പല ഐക്കോണിക് ഫിഗേഴ്സിനെ. അവിടെയാണ് ഈ പറയുന്ന ആദിവാസി ദളിത് ആ ലീഡേഴ്സിനെ അവരെയാണ് മുന്നിൽ കൊണ്ടുവരുന്നത്. അവർ ജനുവിനാണ് സമരം, കാര്യപ്രസക്തമാണ് സമരം. അപ്പോഴാണ് പാർലമെൻറ്റിൽ ഇതേപോലെ അമിത്ഷായ്ക്കെതിരെ പ്രശ്നമുണ്ടാകുന്നത്. ആ ഒരു സമയത്ത് BJPയും ഗോദി മീഡിയയും കാണിച്ചൊരു ബ്ലണ്ടറുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ എന്ന് പറയുന്ന ജനങ്ങളെ ഇനിയും BJPക്ക് കബളിപ്പിക്കാൻ പറ്റില്ല. ഇനി RSSനും സംഘപരിവാറിനും ഇന്ത്യൻ ജനതയെ കബളിപ്പിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ സന്ദേശവും ക്ലാസിക് എക്സാമ്പിളാണ് റാഞ്ചിയിൽ നിന്നും നമ്മൾ കാണുന്നത്. BJP പെട്ടെന്ന് സമരത്തിന് സപ്പോർട്ട് ചെയ്യുന്നു. അവർക്ക് പെട്ടെന്ന് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ്. അവർ വലിയ ജനറേറ്റർ കൊണ്ടുവന്ന് വെക്കുന്നു. മോദിയെ അനുകൂലിക്കുന്ന, സംഘപരിവാറിനെ അനുകൂലിക്കുന്ന ഗോദി മീഡിയ 24 hours ലൈവ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അതായത് കംപ്ലീറ്റ് ടേൺ. എങ്ങനെയാണ് CJP സമരത്തെ കണ്ടത്, അതിന് നേരെ വിപരീതമായിട്ട് അവിടെ സമരക്കാർക്ക് സപ്പോർട്ടായിട്ട് ഡൽഹിയിൽ നിന്നും ഈ പറയുന്ന ഗോദി മീഡിയയുടെ ചാനലിൽ വർക്ക് ചെയ്യുന്ന സീനിയറായിട്ടുള്ള റിപ്പോർട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അവിടെ പോയിട്ട് അത് 24 hours ഒക്കെ ആക്കുന്നു. BJPയുടെ നേതാക്കൾ പ്രകടനം നടത്തുന്നു. അവിടെ ലാത്തി ചാർജ് ഉണ്ടായി. പെട്ടെന്ന് അതങ്ങ് വലിയ സംഭവമാക്കാൻ ശ്രമിക്കുന്നു. ഇവിടെയാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഇന്ത്യക്കാരെ. ഇന്ത്യക്കാരുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഒരു ഇമോഷനുണ്ട്. ആ സമരത്തോട് കാണിച്ച ഇമോഷൻസ് അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി. എന്താ കാരണം? BJPയും ഈ പറയുന്ന ഗോദി മീഡിയയും അതിന് സപ്പോർട്ട് ചെയ്യും. ഒറ്റ കാരണം കൊണ്ട് ആ സമരം പൊളിഞ്ഞുപോയി. ഇനി ചിലപ്പോൾ ആ സമരം വിജയിച്ച CBI എൻക്വയറിയൊക്കെ ഉണ്ടാകും, അത് വേറെ കാര്യമായിരിക്കും. പക്ഷെ ഒരു നേഷൻ, ഒരു രാജ്യത്തിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്, അതായത് പൊതുജനങ്ങളുടെ പൊതുവികാരം, അതതിന് നഷ്ടമായിപ്പോയി. അതിൻ്റെ കാരണം എന്തുവാ? ഈ പറയുന്ന ഗോദി മീഡിയയും BJPയും അതിനെ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അവർ മുഴുവനും ടേൺ അടിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ജാർഖണ്ഡ് പോലീസിനെതിരെയും ജാർഖണ്ഡ് CM രാജിവെക്കണമെന്നൊക്കെ പറ്റി അർണബ് ഗോസ്വാമി എന്ന് പറഞ്ഞ പേപ്പട്ടി അവനും കുരയ്ക്കാൻ തുടങ്ങി. അതോടുകൂടി ജനങ്ങൾക്ക് പിടികിട്ടി ഇത് കള്ളത്തരമാണ്. ഇന്ത്യ ടുഡേ, NDT അവിടെ ഈ പറയുന്ന ഗോദി മീഡിയ ഓടിച്ചൊന്നുമില്ല. അതായത് ആ സമരം ചെയ്ത നേതാക്കന്മാർക്ക് ഈ പറയുന്ന ഗോദി മീഡിയയും ഈ പറയുന്ന BJP സംഘപരിവാർ ലൈബിലിറ്റി ആയിട്ടങ്ങ് മാറും. അതിലേറ്റവും ഭാഗ്യം എന്ന് പറയുന്ന ഹേമന്ത് സോറനാണ്. അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഇത്രമാത്രം പിടികിട്ടിയില്ല. ഇവർ ഇത്ര സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സമരത്തിന് പബ്ലിക് സപ്പോർട്ട് കിട്ടത്തില്ല. ഇതാണ് ഉണ്ടായത്. ഇതാണ് പറയുന്ന മാറുന്ന ഇന്ത്യ. ഇവിടെയാണ് ഈ ഗോദി മീഡിയ കംപ്ലീറ്റ് ചത്ത് കഴിഞ്ഞത് മലർന്നു പോയി, ആർക്കും വേണ്ടാത്ത രീതി. ഇതാണ് ഉണ്ടായത്. കാരണം BJPയും ഗോദി മീഡിയയും 1% പോലും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. അവരുടെ ആൾക്കാരും സൈബർ ഗുണ്ടകളും അവരുടെ ടീമുകളൊക്കെ ഷെയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ അതിനെ അങ്ങ് പൂർണ്ണമായിട്ടും തള്ളി. അതാണ് ഞാൻ പറഞ്ഞത്, മോദിയുടെ ഭയങ്കര നെഗറ്റീവാണ് ഇന്ത്യ മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ ചെറുപ്പക്കാർക്കുണ്ടായിരുന്ന സെൻറ്റിമെൻറ്റ്സ് പോലും ഈ പറയുന്ന ജാർഖണ്ഡിൽ നടന്ന സമരത്തിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് അതും ബാക്ക് ഫയർ ചെയ്തു. ഇതാണ് ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ രണ്ടു കൂട്ടർക്കും, ഗോദി മീഡിയയ്ക്കും മോദിക്കും സംഘപരിവാറിനും മനസ്സിലാകുന്നില്ല.
അവരെ എത്രമാത്രം ഇന്ത്യൻ ജനത വെറുക്കുന്നുണ്ട് അതിൻ്റെ തെളിവ്. ഇനി ടോട്ടൽ ഗോദി മീഡിയ എടുക്കുക. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്റ്റോറി നേരത്തെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പബ്ലിക് സെൻറ്റിമെൻറ്റ്സും സിവിൽ സൊസൈറ്റി അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടിരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് മാറി. അതുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിച്ചത്, ചത്ത് മലർന്നു പോയി. എന്തുകൊണ്ടാണ് ഇത്രയും അവരൊന്നുമല്ലാതായി? യൂട്യൂബേഴ്സിലെ ചെറുപ്പക്കാരുടെ മീഡിയ, പീക്ക് ടി വി, അതേപോലെ തന്നെ റെഡ് ടേപ്പ്, ഇതേപോലുള്ള ചില ചെറിയ ചെറിയ യൂട്യൂബ് വീഡിയോസാണ്, സോഷ്യൽ മീഡിയ വീഡിയോസാണ്. അത് ആൾക്കാർക്ക് ഭയങ്കര വിശ്വാസത്തിലോട്ടൊക്കെ പോയി. അതായത് ഇന്ത്യയിലെ ഗോദി മീഡിയയുടെ തലയാണ് അടിച്ചു പൊട്ടിച്ചിരിക്കുന്നത്. ഇനി ഇവർക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്ത സംഭവം. കാരണം അതിനകത്ത് ജോയിൻ ചെയ്ത ഡൽഹി CJP സമരവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയ സെറ്റ് ബാക്കിൽ പല ആൾക്കാരും ഈ പറയുന്ന ഗോദി മീഡിയ എന്ന് റിസൈൻ ചെയ്തു. കാരണം എല്ലാം ഒരു പ്രിവിലേജ് ആയിരുന്നു. ബേസിക്കലി നാഷണൽ ഇംഗ്ലീഷ് മീഡിയയിലാണെങ്കിൽ ഹിന്ദി ടെലിവിഷൻ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇതോടുകൂടി CJP പ്രൊട്ടസ്റ്റോടുകൂടി ആ ഒരു പ്രിവിലേജ് ഇല്ലാതെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതായി. അതിൻ്റെ റിപ്പോർട്ടേഴ്സ് ആണെങ്കിലും അതിൻ്റെ പ്രിവിലേജ് ആൾക്കാർ മുഴുവനും അതിനെ ഡിമോളിഷ് ചെയ്തു. ആ ഒരു സ്ഥിതിയാണ് ഉണ്ടാകും. ഇപ്പോൾ ഇന്ത്യയിൽ പുതിയൊരു മീഡിയ സംസ്കാരം ഉണ്ടാവുകയാണ്. കേരളത്തിലൊരു യൂട്യൂബർ, അദ്ദേഹം പറയുന്നത് BBC-യേക്കാളും CNN-യേക്കാളും വലിയ യൂട്യൂബറാണ്, മലയാള യൂട്യൂബർ. നിങ്ങൾ കണ്ടില്ലേ അയാളുടെ വ്യൂസും ഈ പറയുന്ന കംപ്ലീറ്റ് അങ്ങ് പോയില്ലേ? 30 ലക്ഷത്തിൽ കിടക്കുന്ന സാധനം. വീഡിയോകളുടെ കൗണ്ട് നിങ്ങൾ നോക്ക്, വ്യൂ നോക്ക്. സെറ്റ് ബാക്ക് ഉണ്ടായി. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം മോദിക്കെതിരെ, സംഘപരിവാറിനെതിരെ, RSSനെതിരെ, BJPക്കെതിരെ തിരിയുകയാണ്. അതാണ് സന്ദേശം. ഇത് വളരെ കൃത്യമാണ് സംഭവം. അതുകൊണ്ട് തന്നെ പറയും മൺസൂൺ സെഷൻ ഒലിച്ചുപോയി. ഈ പറയാൻ പോകുന്ന വിൻ്റർ സെഷൻ, അതിനകത്ത് മോദി നിൽക്കുമോ? ചില അഭ്യൂഹങ്ങളുണ്ട്, ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ റീഷഫിളിനകത്ത് അമിത്ഷായും നിതിൻ ഗഡ്കരിയും നിർമ്മല സീതാരാമനൊക്കെ മാറുമെന്ന് പറയുന്നുണ്ട്. കാരണം പുതിയ ഫേസുകളെ കൊണ്ട് ഇത്രയും നാളായിട്ടും മോദി സർക്കാർ 12 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് കഴിവുള്ളൊരു വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത്. നേരത്തെ ഈ പറയുന്ന സ്മൃതി ഇറാനി 10+ എങ്ങനെ +2 എങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആ സ്ത്രീ, അവരെ കൊണ്ടുവന്ന് വെച്ചു. പിന്നീട് പ്രകാശ് ജാവദേക്കറെ കൊണ്ടു, അതും കുളവാക്കി. അന്ന് CBSE കുളവായി. അതിനുശേഷം പ്രധാനെ കൊണ്ടുവന്നു, അതും കുളവായി. അവരുടെ പാർട്ടിക്കകത്തുണ്ട്, പക്ഷെ കൊണ്ടുവരത്തില്ല. ഇതാണ് ഇഷ്യൂ. അതായത് ഈ പറയുന്ന ജാർഖണ്ഡ് സമരം ഒരു കൃത്യമായ സന്ദേശം തരുന്നുണ്ട്. ഇനി സംഘപരിവാറിൻ്റെ നരേറ്റീവ്സും അടവുകളും ഒന്നും മുന്നോട്ട് പോകില്ല. കൃത്യമാണിത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അമിത്ഷാ എല്ലാം സറണ്ടർ ചെയ്തത്. നമുക്ക് പാർലമെൻറ്റിൽ ഡിസ്കഷൻ നടത്താം. കാരണം ജനങ്ങൾക്കങ്ങ് വെറുപ്പാവുകയാണ് മോദിയും കൂട്ടരെ. പറയുന്ന മുഴുവനും കള്ളമാണ്. ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഷൂട്ട് ചെയ്യുകയാണ്. അതായത് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന സംഭവം ഓരോ ദിവസവും കൂടുകയാണ്, ഒരു വഴിയുമില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഈ മോദിയും അമിത്ഷായും RSSും പറയുന്ന നരേറ്റീവ്സ് കേൾക്കുമോ? ഈ കള്ളത്തരം കേൾക്കുമോ? ഈ പറയുന്ന ഗോദി മീഡിയ പറയുന്നത് കേൾക്കുമോ? അതായത് ഇതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. മതങ്ങൾ വെച്ച് കളിച്ചു മാക്സിമം. അത് അറുതിയായി, മനസ്സിലായി, ഇനി വേണ്ട എന്നായി പറയുന്നത്. അതായത് അമ്പലം അവരുണ്ടാക്കുന്നു, ആ അമ്പലം മോഷ്ടിക്കുന്നു. അതല്ലയോ റാം ടെമ്പിളിൽ ഉണ്ടായത്. അതിനുവേണ്ടി നറേറ്റീവ്സ് പുതിയതുണ്ടാക്കുന്നു, ഓരോ കള്ളങ്ങൾ പറഞ്ഞു വിടുന്നു. അതായത് കള്ളവും കപടതയും കൊണ്ട് വന്ന ഒരു സംഭവം അതേപോലെ പൊളിഞ്ഞ് നാശമാകുന്നു. ഇതാണ് സർക്കാരിൻ്റെ അതായത് വിധി എന്ന് പറയുന്നത്. നാശമായിട്ട് ഇറങ്ങിപ്പോകത്തുള്ളൂ. അതായത് നാശമായി ഒന്നിനും കൊള്ളാത്ത രീതിയിൽ ആൾക്കാർ ഇറക്കി ഓടിച്ച് വിടുന്ന രീതിയിലായിരിക്കും മോദി ഗവൺമെൻറ്റിൻ്റെ വരാനുള്ള ദിവസം. അതിൻ്റെ ലക്ഷണമാണ്, അതിൻ്റെ മെസ്സേജാണ് കൃത്യമായിട്ട് ജാർഖണ്ഡിൽ നിന്നും മോദി സർക്കാരിനും BJPക്കും RSSനും കിട്ടിയിരിക്കുന്നത്. അത് ഏറ്റവും നല്ല രീതിയിലുള്ള മറുപടി സന്ദേശം അവർക്ക് കിട്ടി എന്നതിൽ വളരെ നന്ദി.